ആശുപത്രിയുടെ വരാന്തയിൽ വെച്ച് ആദർശ് നയനയോട് പറയുകയാണ്. അമ്മയാണെങ്കിൽ തനിക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ കാണണം എന്നുള്ള അന്വേഷണത്തിലാണ് ഏതു നേരവും. അതിന് നവ്യ പറയുകയാണ്, ആദർശേട്ടാ, ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തുവാൻ. ചിലപ്പോൾ ആ പെൺകുട്ടിയെ കാണുമ്പോൾ അതിനെ കല്യാണം കഴിക്കാൻ പറയുവാനും സാധ്യതയുണ്ട്. ഏയ്, ഇനിയും അമ്മ അങ്ങനെയൊന്നും പറയില്ല. കാരണം കരൾ ഡൊണേറ്റ് ചെയ്ത പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞുവെന്നാണ് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞത്. ആശുപത്രിയുടെ ഇടനാഴിയിൽ ആദർശും നയനയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വഴിയിൽ വേണു വരികയാണ്. ഇരുവരെയും കണ്ടപ്പോഴേക്കും വേണു ഒരു നിമിഷം ഷോക്ക് അടിച്ചതുപോലെ ഒന്ന് നിന്നു. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ഇവളെയും കൊണ്ട് എന്തിനാണ് ഇവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്? അവൾക്ക് ഇനി എന്തെങ്കിലും അവശതയുണ്ടോ? അതോ ഇനി അവളുടെ കരള് പോയോ? അവളുടെ കരളോ കിഡ്നിയോ ഒന്ന് അടിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നയന വീണ്ടും ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരിക്കുമല്ലോ ചെക്കപ്പ് കഴിഞ്ഞാൽ, അല്ലേ? ആര് പറഞ്ഞു ഇനി വരേണ്ടി വരില്ലെന്ന്? ഇനിയും വരേണ്ടി വരും. അല്ല, എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. തൽക്കാലം വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ആദർശും നയനയും ഇത് പറഞ്ഞ് ഡോക്ടറുടെ മുറിയിലേക്ക് കയറുകയാണ്. ഇത് കണ്ടുകൊണ്ട് വേണു വീണ്ടും പറയുകയാണ്, അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടവരെ അപ്പപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നടക്കുകയാണ്. തുടർന്ന് കാണുന്നത് ദേവയാനിയും അനാമികയും കൂടിയുള്ളൊരു സംഭാഷണമാണ്. അനാമിക ചോദിക്കുകയാണ്, വലിയമ്മേ എന്താണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല മോളെ, എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതു നേരവും ആ പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണല്ലോ വലിയമ്മയുടെ ചിന്ത. അല്ല മോളെ, നിങ്ങൾക്കും അവളെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അവളെ കാണണമെന്നും സഹായിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതു നേരവും ഇവിടുത്തെ മൂത്ത മരുമകളും അവളുടെ ബന്ധുക്കളും ഒക്കെ ആശുപത്രിയിൽ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതാണ് ശരിക്കും സംഭവിച്ചത്. വലിയമ്മ, പിന്നെ ഞാനിപ്പോൾ മറ്റൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ആദർശേട്ടൻ ശബരിമലയ്ക്ക് പോകുന്നത് കൊണ്ട് അമ്മയുടെ മരുമകൾ ഇവിടേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവർ തമ്മിൽ എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ രണ്ടാളെയും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ അച്ഛൻ കണ്ടു. ഹോസ്പിറ്റലിൽ വെച്ചോ? അതിന് അവരെന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത്? അതൊന്നും അറിയില്ല വല്യമ്മേ. ഇനി ഏട്ടത്തിക്ക് വിശേഷം വല്ലോ ഉണ്ടോ എന്നും അറിയില്ല. ഇത്രയും കേൾക്കുമ്പോഴേക്കും ദേവയാനി ഒന്ന് ഞെട്ടുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവർക്കെന്തോ തളർച്ചയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആദർശേട്ടൻ പോയത്. ഇവിടുന്ന് കമ്പനിയിൽ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നയാൾ അവളുടെ അടുക്കലേക്കാണ് പോകുന്നത്. അവർ തമ്മിൽ ദാമ്പത്യ ജീവിതമില്ലെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെ ദാമ്പത്യ ജീവിതമില്ലാത്ത ഒരാൾ വിശേഷം അറിയിക്കില്ലല്ലോ. അങ്ങനെ വിശേഷം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും എൻ്റെ അച്ഛൻ കള്ളം പറയില്ല. ആദർശേട്ടൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ അരിക്കൽ ഇരിക്കുന്നതല്ലേ നല്ലത്. അമ്മയ്ക്ക് അമ്മയുടെ മോനോട് എന്തുമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ നിലയ്ക്ക് ആദർശേട്ടൻ ഇവിടെ ഇരിക്കുന്നത് അമ്മയ്ക്ക് ആശ്വാസമാകില്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി പറയുകയാണ്, അവരെന്തിനാണ് ആശുപത്രിയിലേക്ക് പോയതെന്നറിയാതെ നമ്മൾ വെറുതെ ഊഹിച്ചു പറയുന്നത് ശരിയല്ലല്ലോ മോളെ. അപ്പോൾ വീണ്ടും അനാമിക ചോദിക്കുകയാണ്, അവർക്ക് രോഗം എന്തെങ്കിലും ഉണ്ടായിരുന്നോ വല്യമ്മ ഇതിനു മുൻപ്? ഇല്ലായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല വല്യമ്മേ. പലതും മറച്ചു വെച്ചിട്ടായിരിക്കും ഈ കല്യാണം നടത്തിയത്. ആദർശേട്ടൻ ശരിക്കും പെട്ടുപോയി. അനാമികയുടെ ഈ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് വല്ലാതെ പരിഭ്രമിച്ച് എന്തു മറുപടി പറയണമെന്നറിയാതെ ദേവയാനി അങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ് കട്ടിലിൽ. അപ്പോൾ വീണ്ടും അനാമിക പറയുന്നു, ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ആദർശേട്ടനെ ഇവിടെ നിന്ന് മാറ്റുവാനാണ് അവരാഗ്രഹിക്കുന്നത്. പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി അവരുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവരുടെ പിന്നാലെ ചെല്ലുവാൻ ആണുങ്ങളുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നതൊക്കെ നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് ആദർശേട്ടൻ എന്നും അമ്മയുടെ കൂടെ കാണും എന്ന് കരുതണ്ട. ഇത് പറഞ്ഞിട്ട് അനാമിക മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുകയാണ്. എന്നിട്ട് വാതിൽക്കൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി വളരെ സങ്കടത്തോടെ കുനിഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ട് അനാമിക പണിയേറ്റു എന്ന രീതിയിൽ വല്ലാത്തൊരു ചിരി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ആശുപത്രിയിൽ ഡോക്ടറുടെ അരികിൽ ഇരിക്കുന്ന ആദർശിനെയും നയനയുമാണ്. ഡോക്ടർ ഫയലുകളൊക്കെ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യവുമില്ല. ഇയാളുടെ ഹെൽത്ത് ഓക്കെയാണ്. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങാം. അത്യാവശ്യം എക്സർസൈസും ചെയ്യാം. ഇത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. വീണ്ടും ഡോക്ടർ പറയുന്നു, നയന അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്തതറിഞ്ഞിട്ട് മൂർത്തി സാർ എന്നെ വിളിച്ചിരുന്നു. നയനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സംസാരത്തിനിടയിൽ ഇനി നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മരിയെ ഒന്ന് കാണണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും നിങ്ങൾക്ക് കുട്ടികളില്ലാത്തതാണ് സാറിൻ്റെ വിഷമം. ഇനിയിപ്പോൾ എന്തായാലും നയനയുടെ മുറിവൊക്കെ ഉണങ്ങട്ടെ എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. എന്നാലും സാറിന് ചില അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തൻ്റെ കൊച്ചുമകൻ്റെ കുഞ്ഞിനെ കാണണമെന്നാണ് സാറിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇതൊന്നും അധിക നാൾ നീട്ടിക്കൊണ്ടു പോകണ്ട കേട്ടോ. ഇത് കേട്ടിട്ട് ആദർശും നയനയും മുഖത്തോട് മുഖം നോക്കുമ്പോൾ വീണ്ടും ഡോക്ടർ ചോദിക്കുകയാണ്, ആദർശിൻ്റെ അമ്മ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. വളരെ വിചിത്രമാണ് നിങ്ങളുടെ ജീവിതം.
മരുമകൾ കരൾ ദാനം ചെയ്തിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു. പക്ഷേ അമ്മായിയമ്മയ്ക്ക് അത് അറിയുകയുമില്ല. സാരമില്ല മോളെ, നിന്റെ മനസ്സിന്റെ വലിപ്പം എന്നെങ്കിലും ഒരു ദിവസം ഇയാളുടെ അമ്മ തിരിച്ചറിയാതിരിക്കില്ല. അമിതമായി വെറുക്കുന്നവർ സ്വന്തം തെറ്റു മനസ്സിലാക്കി സ്നേഹിച്ചാലുണ്ടല്ലോ, പിന്നെ ആ സ്നേഹത്തെ ഒരു ശക്തിക്കും ഇല്ലാതാക്കാൻ കഴിയുകയുമില്ല. ഇവിടെ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ഇടയിൽ പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം വരും. ഇത് കേട്ടപ്പോഴേക്കും ആദർശ് ഡോക്ടറോട് പറയുകയാണ്, ശരി ഡോക്ടർ, ഞാൻ ഇനി അമ്മയുമായിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് നയനയും ആദർശും കൂടി ഡോക്ടറുടെ മുറി വിട്ടിറങ്ങുകയാണ്. ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആദർശിൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നു. ഫോൺ നോക്കിയിട്ട് ആദർശ് പറയുകയാണ്, അമ്മയാണ് വിളിക്കുന്നത്. നയനയെ കസേരയിൽ ഇരുത്തിയിട്ട് ആദർശ് ഫോൺ എടുത്ത് അമ്മേ എന്ന് വിളിക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഹോസ്പിറ്റലിലാണ് അമ്മേ. നീ എന്തിനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയത്? അത് നയനയ്ക്ക് ഒരു തലവേദന, അതുകൊണ്ട് അവളെയും കൊണ്ട് വന്നതാണ്. അവൾക്ക് മറ്റു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. ശരിക്കും ഇല്ലേ? അമ്മ എന്താണ് അങ്ങനെ ചോദിച്ചത്? അല്ല, അവളിനി പ്രഗ്നൻ്റ് എങ്ങാണമാണോ? അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? തലവേദനയും തലചുറ്റലും മനം പുരട്ടലുമൊക്കെ അങ്ങനെയുള്ള പെൺകുട്ടികൾക്കുണ്ടാകാറുണ്ട്. അമ്മയുടെ മനസ്സിനെ ആരോ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ്. എടാ, ആര് ചൂട് പിടിപ്പിച്ചാലും നീ അവളുമായി ഹോസ്പിറ്റലിലാണ് എന്ന് ഞാൻ അറിഞ്ഞത് ശരിയല്ലേ? ഉടനെ ആദർശ് പറയുകയാണ്, അമ്മേ, അവൾ എൻ്റെ ഭാര്യയാണ്. അവൾക്കൊരു അവശത വരുമ്പോൾ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് എൻ്റെ കടമയല്ലേ? ആ, ഒരുപാട് കടമകളൊന്നും നീ ചെയ്യണ്ട. അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ താമസിക്കുകയും വേണ്ട. താമസിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി ശരി, മലയ്ക്ക് പോകാനുള്ള മാല കഴുത്തിലുണ്ട് എന്ന് ഇടയ്ക്കിടെ ഓർമ്മ വേണം. ഇത് പറഞ്ഞിട്ട് ദേവയാനി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സംഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് നയന എന്താണ് ആദർശേട്ടാ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അമ്മയെ ആരോ അറിയിച്ചു നമ്മൾ ഹോസ്പിറ്റലിലുണ്ടെന്ന്. ചോദിക്കാൻ പാടില്ലാത്ത ഓരോ ചോദ്യങ്ങളാണ് അമ്മ ചോദിക്കുന്നത്. നീ പ്രഗ്നൻ്റ് ആണോ എന്ന്. ഹോസ്പിറ്റലിൽ നിന്നെ കൊണ്ടുവന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അമ്മ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. തുടർന്ന് ദേവയാനി ജയനോട് സംസാരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അവൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മോൻ അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയെന്ന്. എടി, ഭാര്യമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് അവരുടെ കൂടെയുള്ള ആണുങ്ങളല്ലേ? നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിച്ചിട്ടുള്ളത്? പിന്നെ നയനമോൾക്ക് മാത്രം അതൊക്കെ നിഷേധിക്കേണ്ട കാര്യം എന്താണ്? അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയല്ലേ ജയേട്ടാ. പിന്നെ എന്തിനാണ് നമ്മുടെ മോൻ അവളുടെ പുറകിനിങ്ങനെ നടക്കുന്നത്? അവൻ്റെ ഒരു ഭാര്യ, ഇവിടെ ഒരു കൊച്ചുണ്ട്, അനാമിക മോൾ. അവളാണ് സ്നേഹമുള്ളവൾ. പക്ഷെ അവളുടെ സ്നേഹം ഇവിടെ ആരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ജയൻ പറയുകയാണ്, ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം കള്ളത്തരവും അഹങ്കാരവും ഒക്കെ ഉള്ളത് അനാമികയ്ക്കാണ്. അവളുടെ വീട്ടുകാരും അത്രയ്ക്ക് മോശമൊന്നുമല്ല. നമ്മുടെ മോളെയും അനാമികയെയും തമ്മിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. അത് ശരിയാ, അവരെ തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അനാമിക മോളുടേത്. അപ്പോൾ വീണ്ടും ജയൻ പറയുകയാണ്, ദേവയാനി, എപ്പോഴെങ്കിലും തനിക്കിത് മാറ്റി പറയേണ്ടി വരും. ആ സമയത്ത് കുറ്റബോധം ഒരുപാടുണ്ടാക്കാതിരിക്കുവാൻ മരുമകളെ സ്നേഹിക്കുന്നതാണ് നല്ലത്. ഈ ജന്മം അതുണ്ടാവില്ല. അങ്ങനെയുള്ള വാശിയൊന്നും വേണ്ട ദേവയാനി. നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ മാറ്റം വരുവാൻ ഒരൊറ്റ നിമിഷം മതി. അപ്പോൾ വീണ്ടും ദേവയാനി പറയുകയാണ്, ആദർശം മലയ്ക്ക് പോകുന്നത് കൊണ്ടാണ് അവൾ അവളുടെ വീട്ടിൽ നിൽക്കുവാൻ ഞാൻ അവളോട് പറഞ്ഞത്. എന്നിട്ട് അവനിപ്പോൾ അവളുടെ പിന്നാലെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവൾക്ക് വല്ല വിശേഷവും ഉണ്ടോ എന്ന് ആർക്കറിയാം? ഹോ, താൻ എന്തിനാടോ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത്? അവരെ മര്യാദയ്ക്ക് ജീവിക്കാൻ താൻ സമ്മതിക്കത്തില്ലേ? ആദർശം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴെങ്കിലും അതിന് മാറ്റമുണ്ടായാൽ നല്ലതാണ്. നമ്മളൊക്കെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് മക്കൾക്കത് നിഷേധിക്കുന്നത് നല്ലതല്ല ദേവയാനി. ഇതൊക്കെ ഇനിയും എപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജയൻ മുറിവിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അബി വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്നും നവ്യ ഹാളിലേക്ക് വരുന്നുണ്ട്. അബി ഇറങ്ങി വരുന്നത് കൊണ്ട് നവ്യ ചോദിക്കുകയാണ്, എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. ആഹാ, എൻ്റെ അടുക്കൽ നിന്ന് മാറി നിൽക്കുന്നത് നിനക്ക് അത്രയും നല്ലതാണ് അല്ലേ? നീ ആഹാരം കഴിക്കുന്നില്ലേ? ആ, കഴിക്കണം. ആ, കൊള്ളാം. ഇന്ന് ഒരിക്കലാണ് എന്ന് പറഞ്ഞിട്ട് കഴിക്കണമെന്ന് അല്ലേ? അല്ല, പെട്ടെന്ന് നീ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുപോയി എന്നേ ഉള്ളൂ. ഇന്ന് എൻ്റെ അമ്മായിക്ക് വേണ്ടി ഞാൻ കഠിന വ്രതമെടുക്കുകയാണ്. നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോടാ? ഇന്ന് ഞാൻ പച്ചവെള്ളം കുടിക്കത്തില്ലടി. അങ്ങനെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ നിനക്ക് ഒരു ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എടി, നീ നിന്റെ കാര്യം പറയണ്ട. എടാ, ഇന്ന് നീ വ്രതം തെറ്റിച്ചിരിക്കും. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. അതിനെ പട്ടിണിക്കിടുവാൻ എനിക്ക് പറ്റില്ല. ഓ, അല്ലെങ്കിൽ പിന്നെ നീ അങ്ങ് വ്രതം എടുത്തേനെ. ദേ, ഞാനിപ്പോൾ പഴയ നവ്യൊന്നുമല്ല. എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കിന് വിലയുമുണ്ട്. പക്ഷേ നീയാണ് ഈ വീട്ടിലെ വലിയ നടൻ. അതുപോലെയാണ് നീ പലതും അഭിനയിച്ച് തകർക്കുന്നത്. എടി, അഭിനയത്തിനൊക്കെ താല്പര്യമുള്ളത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. നിനക്കല്ലേ അതൊക്കെ ഉള്ളത്? നീ ഒരിക്കൽ പരസ്യത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു പോയതല്ലേ? അഭിനയമോഹം എനിക്കുണ്ടടാ. പക്ഷേ നീ പരസ്യത്തിലും ഷോർട്ട് ഫിലിമിലും ഒന്നുമല്ല, ജീവിതത്തിൽ അഭിനയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്.
ഇന്ന് നീ ഒരിക്കലെടുക്കുന്നതായി അഭിനയിക്കും, എന്നിട്ട് പുറത്തു പോയി ഇഷ്ടം പോലെ ഭക്ഷണവും കഴിക്കും. എടി, ഇന്ന് ഞാൻ പുറത്തു പോകുമ്പോൾ ഭക്ഷണം കഴിച്ചു എന്ന് നീ തെളിയിച്ചാൽ നിനക്ക് ഞാൻ ഒരു സ്വർണ്ണമോതിരം വാങ്ങിത്തരും. ഇത്രയും കേട്ടപ്പോഴേക്കും നവ്യ ഒരു നിമിഷം മൗനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അഭി ചോദിക്കുകയാണ്, നീ എന്താടി ചിന്തിക്കുന്നത്? അല്ല, നീ പുറത്തു പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. എടി, ഒരു കാരണവശാലും എൻ്റെ അമ്മായിക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന വ്രതം തെറ്റിക്കില്ല. ഇന്ന് അമ്മായിയുടെ പക്കനാളാണ്, അതിന് ഞാൻ നിരാഹാരം കിടന്നേ പറ്റൂ. ആദർശും അനിയുമൊക്കെ പിടിക്കുന്നതിനേക്കാൾ കട്ടിയായിട്ടുള്ള വ്രതം ഇന്ന് ഞാൻ പിടിച്ചിരിക്കും. എടാ, നിന്റെ വാക്കിനെ നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ ആരെയും വിശ്വസിപ്പിക്കണമെന്നില്ല, പക്ഷെ ഇത്തവണ പരിശുദ്ധമായിട്ട് തന്നെ മലയ്ക്ക് പോകണമെന്നാണ് എൻ്റെ തീരുമാനം. ആ ഉവ്, നീ നോൺ വെജൊക്കെ നന്നായി തട്ടുന്നുണ്ട്. എടി, ഇതൊക്കെ നീ പറഞ്ഞുകൊണ്ട് നടക്കാതെ തെളിയിക്ക്, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ച് കാണിക്ക്, എന്നിട്ട് നീ സംസാരിക്ക്. ഇത് പറഞ്ഞ് ദേഷ്യത്തോടെ അഭി പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് താൻ ഉടനെ പോകുന്നത് ഒരു വലിയ ഭക്ഷണശാലയിലേക്കാണ്. അവിടെ തന്നെ കാത്ത് ഒരു സുഹൃത്തിരിപ്പുണ്ട്. അവിടെ ചെന്നിട്ട് അയാളോട് പറയുകയാണ്, വീട്ടിൽ കുറേ ചിട്ടകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പട്ടിണിക്കിരുന്ന് ഗ്യാസ് കയറി വയറാകപ്പാടെ പ്രശ്നമായിരിക്കുകയാണ്. വേഗമാകട്ടെ, കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. മാത്രവുമല്ല, പരിചയക്കാരെങ്കിലും കണ്ടാൽ അത് മോശമാണ്. എടാ, എനിക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞതെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എടാ, നോൺ വെജ് വല്ലതും വേണോ? ഏയ്, മലയ്ക്ക് പോയി വരുന്നതുവരെ അതൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു ശയന പ്രദക്ഷിണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും ശീലമുള്ള പണിയല്ല, പക്ഷേ ചെയ്യേണ്ടി വരികയാണ് പലരെയും ബോധിപ്പിക്കാനായിട്ട്. അപ്പോൾ സുഹൃത്ത് പറയുകയാണ്, തൽക്കാലം വെജിറ്റേറിയൻ കഴിച്ചിട്ട് നീ ക്ഷീണം തീർക്ക്. നീ 41-ൻ്റെ അന്ന് പോയില്ല അല്ലേ? ഇല്ല, പോയില്ല. ഇനിയിപ്പോൾ മകരവിളക്കിൻ്റെ അന്നും പോക്കുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, മകരവിളക്ക് കഴിഞ്ഞാൽ നട അടക്കില്ലേ? ഈ പ്രാവശ്യം ജനുവരി 20 വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മകരവിളക്കിൻ്റെ അന്ന് ഇവിടെ നിന്ന് പുറപ്പെടും. ഇവിടെ നിന്ന് നടന്നു പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഇവിടെ നിന്ന് നടക്കാനോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? എന്തായാലും ഇപ്പോൾ നടത്തമൊന്ന് വെട്ടിക്കുറച്ചിട്ടുണ്ട്. എരുമേലിയിൽ പോയിട്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. എടാ, അതും ഇച്ചിരി പാടല്ലേ? എന്ത് ചെയ്യാനാ? അനന്തപുരി തറവാട്ടിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമക്കളാണ് ഞങ്ങൾ. ആ ബോധം അങ്ങേർക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാരെ പോലെ പോയി ക്യൂ നിന്ന് ദർശനം നടത്തണമെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അത് അക്ഷരം പ്രതി അനുസരിക്കാൻ കുറേ ആൾക്കാരുമുണ്ട്. അതുകൊണ്ടെന്താ, ഞാനിപ്പോൾ വെറും തൊഴിലാളിയായി, എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ മുതലാളിയും. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഒരു ഓട്ടോറിക്ഷയിൽ നവ്യ വന്നിറങ്ങുകയാണ്. നവ്യ മനസ്സിൽ പറയുകയാണ്, അവൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് കൊഞ്ചിക്കുഴയുകയോ ആയിരിക്കും. ഈ സമയത്ത് അകത്തിരുന്നു കൊണ്ട് നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്ന അബിയെ കണ്ടുകൊണ്ട് അത്ഭുതത്തോടു കൂടി കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എന്തൊരു കഴിപ്പാടാ ഇത്. എടാ, എനിക്ക് വിശപ്പ് പിടിച്ചിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാനേ പറ്റില്ല. അപ്പോൾ ഉച്ചക്കലത്തോ നീ ഒഴിവാക്കുമോ? ഏയ്, എനിക്ക് ഉച്ചയ്ക്കും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ രാത്രിയിൽ ഒരു ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും കിട്ടിയാൽ തൽക്കാലം ഓക്കെ ആകും. അതും വലിയ പാടാണ്, അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നവ്യ അകത്തേക്ക് കയറി വരികയാണ്. അകത്തെത്തിയ നവ്യ സാരി തലപ്പ് കൊണ്ട് തലയും മുഖവും മറച്ച് സൂക്ഷിച്ചു നോക്കുമ്പോൾ അബി ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അബി ഇരിക്കുന്നതിന് കുറച്ചടുത്തായി ഒരു ടേബിളിൽ വന്നിട്ട് നവ്യയും ഇരുന്നു. എന്നിട്ട് ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. തുടർന്ന് നവ്യ തൻ്റെ കയ്യിലിരുന്ന ഫോൺ എടുത്തിട്ട് അബി ഭക്ഷണം കഴിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയാണ്. തുടർന്ന് നവ്യ മനസ്സിൽ പറയുകയാണ്, അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഞാൻ അവൻ്റെ പിറകിന് വരുമെന്ന്. ഇന്ന് അവൻ്റെ പൈസ കുറച്ച് പൊട്ടിക്കണം. വെയിറ്ററെ ആ സമയത്ത് വിളിച്ചിട്ട് ഫ്രൈഡ് റൈസും മഷ്റൂം പെപ്പർ ഫ്രൈയും ഒക്കെ അബി വീണ്ടും വാങ്ങിക്കഴിക്കുകയാണ്. എടാ, നിന്റെ അമ്മായിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ തട്ടിപ്പോകുമെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ആയുസ്സിന് ബലമുണ്ട്. അവരുടെ പക്കനാളാണെന്ന്, അതിനാണ് എല്ലാവരും വ്രതം പിടിക്കുന്നത്. ഇതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ? നമ്മൾ വ്രതം പിടിച്ചാൽ അവരുടെ ആരോഗ്യം നന്നാകുമോ? എന്തായാലും വീട്ടുകാർ പറയുന്നത് നീ ഒന്ന് കേൾക്കടാ. പാർട്ടീഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ, അതിപ്പോൾ കണ്ടറിയണം എന്തെങ്കിലും കിട്ടുമോ എന്ന്. ഈ സംഭാഷണങ്ങളെല്ലാം നവ്യ കൃത്യമായിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ കഴിപ്പ് കണ്ടില്ലേ, ഭക്ഷണം കാണാത്തവനെ പോലെ. ഇങ്ങനെയുള്ളവനാണ് മകരവിളക്ക് വരെ വ്രതം പിടിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി അബിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ്. പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.